മറ്റന്നാൾ പോകേണ്ടതല്ലേ? ഓ, ഭയങ്കരമായ ടെൻഷൻ. എന്താക്കുമോ ആമോ. ചെന്നൈയിൽ ഞാൻ എത്തുമ്പോഴേക്കല്ലേ? എന്താണ് തമിഴിൽ പറയില്ലേ? പറഞ്ഞു തരണം കേട്ടോ. തമിഴ് കൊഞ്ചം നിങ്ങളെല്ലാം കൂടി എനിക്ക് പഠിപ്പിച്ചു തരണം. എനിക്ക് കൊഞ്ചം താൻ തിരിയും. നിങ്ങൾ കുറച്ചുകൂടെ കൊഞ്ചം കൂടെ പഠിപ്പിച്ചു തരണം. പിന്നെ തമിഴ് പേശി അവസാനം ഞാൻ മലയാളം മാത്രം മറന്നു പോകുമെന്നറിയില്ല. ഹിന്ദി മറന്ന് മലയാളം പഠിച്ച് ഞാനാണ്. എന്താ ഭയം ഇരിക്കട്ടെ നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ കൊഞ്ചം തമിഴ് കൂടെ പഠിപ്പിച്ച് തരണം. ലാസ്റ്റ് ഞാൻ ചെന്നൈ താനേ സെറ്റിൽ മട്ടുമോന്ന് അറിയില്ല, தெரியாது. ഇവിടെ പറഞ്ഞ തമിഴ് കറക്റ്റ് തന്നെയാണ്. ഒന്ന് ആഴത്തിലൊന്ന് പറയണ എവിടെയൊക്കെ തെറ്റുണ്ടെന്നിട്ടാ. കുറച്ച് സാങ്കേതിക കാരണങ്ങളായിട്ട് ലൈവ് കട്ടാക്കിപ്പോൾ ഇത് ഞാൻ വരുന്നു. നിങ്ങൾ ലിവർ കഴിച്ചിട്ടുണ്ടോ? ആർക്കില്ല ലിവർ എടാ കഴിച്ച ഇഷ്ടത്തോടു. ഭയങ്കര ഇഷ്ടമാണ് ലിവർ. വേറൊന്നും എൻ്റെ ഇഷ്ടങ്ങളൊന്നും പറയുന്നില്ല. ലിവർ മരണം ഇഷ്ടം. ആരും ഒന്നും കഴിക്കരുതിട്ടാ, പറ്റൂല ഇത്. അയ്യോ, നേരം വെളുത്താൽ മതി എന്ന് ചിന്തിക്കുക. ഇവിടം വരെ നെഞ്ച് വരെ നിറഞ്ഞിരിക്കുന്നു. ആ ഒരു ടെൻഡൻസി. അങ്ങനെയൊന്നും കഴിക്കലില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. അര കിലോ ലിവറിൽ പിന്നെ കഴുകി കളയാനൊന്നുമില്ല. ചിക്കനൊക്കെ ആണെങ്കിൽ പിന്നെ. പക്ഷെ കാണുമ്പോൾ ഒന്നുമില്ല കേട്ടോ. കഴിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവണേ. കാണുമ്പോൾ അര കിലോ എടുത്ത് കഴുകി ചെയ്യുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ കഴിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത് ഓവർ ലോഡെന്ന്. ഞാൻ വീഡിയോ ഇട്ടില്ല, മറന്നുപോയി. ഞാനിപ്പോഴാണ് ഓർത്തത് വീഡിയോ ഇടണമെന്നുള്ളത്. എൻ്റെ വീഡിയോയ്ക്കും എന്നെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും 1000 താങ്ക്സ് ഇട്ടാ. 1000 താങ്ക്സ്. പിന്നെ ആരെല്ലാം അമ്മ ചോദിച്ചു ദൂരേക്കൊക്കെ വന്ന് വർക്ക് ചെയ്യുമോയെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യും. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ബ്രൈഡൽ മേക്കപ്പൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. എൻ്റെ ടെലിഗ്രാം ഐഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. KK85 പിന്നെ ജെനുവിൻ ആയിരിക്കണം. വെറുതെ പറ്റിക്കുന്നതായിരിക്കരുത്. കാരണം പേയ്മെൻറ്റ് നിങ്ങൾ നേരത്തെ തരണം. അല്ലെങ്കിൽ ഞങ്ങളവിടെ വരുമ്പോൾ പറ്റിച്ചേ എന്നുള്ള ഫീലിങ്സ് ഉണ്ടാവാതിരിക്കാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിപ്പെന്ന് തോന്നരുത്. അതുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ആദ്യമേ ഫസ്റ്റിലെ പേയ്മെൻറ്റ് പകുതി വാങ്ങും ഞങ്ങൾ കേട്ടോ. ബാക്കി നിങ്ങൾ തരണം. തുടക്കത്തിൽ വേണ്ടി വരുമോ എന്നൊക്കെ അറിയില്ല, അത് പറയാം. എന്തായാലും അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് തരണം. തരാതിരിക്കരുത്. ഞങ്ങൾ ഇത്ര റിസ്ക് എടുത്തൊക്കെ വരുന്നതല്ലേ. പിന്നെ അപ്പോൾ എൻ്റെ ടെലിഗ്രാം ഐഡി ടെലിഗ്രാമിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്താൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു താലീൻ്റെ പടമാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രൊഫൈൽ പിക്ക് ഇടാം. ഞാനത് മാറ്റണമെന്ന് വിചാരിച്ചിട്ടും മാറ്റാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം തിരക്കുകളൊക്കെ കൊണ്ടാട്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ക്ലാസ്സും അതും ഇതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എനിക്കൊന്നിനും പറ്റാത്തത്. അപ്പോൾ ബ്രൈഡൽ മേക്കപ്പൊക്കെ വിളിക്കുക. നമ്മൾ അടിപൊളി ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒന്നും ഇടാത്തതും പിടിക്കാത്തതും കാരണം ഇപ്പോൾ ആരും പറയില്ല ഇടാനായിട്ട്. എനിക്കൊട്ട് ചോദിക്കാനും മടിയാണ്, നിങ്ങളുടെ ഫോട്ടോ ഇട്ടോട്ടെ എന്നൊക്കെ. കാരണം പലരെയും ഫോട്ടോ ഇടുമ്പോൾ അവർ പറയും ഇത് ഡിലീറ്റ് ആക്കുമെന്ന് പറയും. എനിക്ക് ദേഷ്യം ഉള്ളിൽ വരും, വിഷമം വരും. എന്തിനാണ് വേണ്ട, പലർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ എടുക്കില്ല കേട്ടോ. എടുക്കും, പക്ഷേ ഇടില്ല, സോഷ്യൽ മീഡിയയിൽ ഇടില്ല. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇടും. എടുക്കുമ്പോഴേ അവർക്ക് ചോദിക്കുമ്പോഴേ നമുക്കറിയാം
എടുത്തോട്ടേന്ന് ചോദിക്കുമ്പോൾ എടുത്തോ എന്നൊക്കെ പറയുമ്പോഴേ അവരുടെ ആ ഒരു ചുറ്റുപാടും കാഴ്ചപ്പാടൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇതൊന്നും പുറത്തിടാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ ഇട്ടോട്ടേന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ അവർക്ക് ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇടാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നമ്മൾ നേരിട്ട് മൊബൈലിൽ നിന്ന് കാണിച്ചു തരാം, അല്ലാണ്ട് കയ്യിൽ കാണിച്ചു തരില്ല കേട്ടോ. ഫോട്ടോ ഇട്ട് തരില്ല. നേരിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം.